ഇറക്കുമതി തീരുവകൾ പ്രഖ്യാപിച്ച് അമേരിക്ക. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 26% തീരുവ ചുമത്തി. അമേരിക്കയിൽ ഇറക്കുമതി ചെയ്യുന്ന എല്ലാ ഉൽപ്പന്നങ്ങൾക്കും ഇനി മുതൽ 10% തീരുവ നൽകണം. ഇന്ത്യക്ക് വലിയ തിരിച്ചടിയാണ് അമേരിക്കയുടെ തീരുമാനം. അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് അധിക തീരുവ ചുമത്തുന്ന രാജ്യങ്ങൾക്ക് അധിക നികുതി ചുമത്തും. ചൈനയ്ക്ക് 34%, യൂറോപ്യൻ യൂണിയന് 20%, ജപ്പാന് 24%, പാകിസ്ഥാന് 29% എന്നിങ്ങനെയാണ് തീരുവ ചുമത്തിയിരിക്കുന്നത്. അടിസ്ഥാന തീരുവ മറ്റന്നാളും കൂടിയ തീരുവ 9-നും പ്രാബല്യത്തിൽ വരും. തീരുവ നയം സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന്റെ പ്രഖ്യാപനമെന്ന് ട്രംപ് വ്യക്തമാക്കി. അമേരിക്ക സുവർണകാലത്തിലേക്ക് മടങ്ങുകയാണെന്നും ട്രംപ് പറഞ്ഞു. 46%, we're charging them 24%. India, very, very tough, very, very tough. The Prime Minister just left, and he's a great friend of mine, but I said, you're a friend of mine, but this is one of the most important days, in my opinion, in American history. It's our declaration of economic independence. For years, hardworking American citizens were forced to sit on the sidelines as other nations got rich and powerful, much of it at our expense. But now it's our turn to prosper, and in so doing, use trillions and trillions of dollars to reduce our taxes and pay down our national debt, and it'll all happen very quickly. With today's action, we are finally going to be able to make America great again, greater than ever before. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്റെ ഏറ്റവും നല്ല സുഹൃത്താണ്. എന്നാൽ ആ രാജ്യത്തെ നയങ്ങൾ നമ്മളോട് തെറ്റായ രീതിയിലാണ് ഇടപെടുന്നതെന്നാണ് നികുതി പ്രഖ്യാപനത്തിൽ ട്രംപ് പറഞ്ഞത്. ഇന്ത്യ 52% ഇറക്കുമതി തീരുവയാണ് ഈടാക്കുന്നത്. അതിന്റെ പകുതി അമേരിക്ക തിരിച്ചും ഈടാക്കും. ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലെത്തുന്ന ഉൽപ്പന്നങ്ങൾക്ക് 26% തീരുവയാണ് അമേരിക്ക ഈടാക്കാൻ തീരുമാനിച്ചിരിക്കുന്നതെന്നും ട്രംപ് പറഞ്ഞു. തീരുവ പ്രഖ്യാപനം ഇന്ത്യയുടെ കയറ്റുമതി മേഖലയെ സാരമായി ബാധിക്കുമെന്നാണ് വിലയിരുത്തൽ. വസ്ത്രവ്യാപാര രംഗത്തും ആഭരണ മേഖലയെയും തീരുവ കാര്യമായി ബാധിക്കും. അതേസമയം തീരുവ പ്രഖ്യാപനത്തിന് പിന്നാലെ ആഗോള ഓഹരി വിപണിയിൽ വൻ ഇടിവാണ് ഉണ്ടായിരിക്കുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള വിഷൻ ന്യൂസ്.